എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീയൊഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെന്റെ ശരണവുമേ, നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. എന്റെ നിക്ഷേപം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ റിസഷനും മറ്റുള്ള കാര്യങ്ങളെ ഞാൻ ആലോചിക്കത്തുള്ളൂ. എന്റെ നിക്ഷേപം ടാൻസാനിയയിലാണെങ്കിൽ ടാൻസാനിയയിലെ ഓരോ ചെറിയ സംഭവങ്ങളും എനിക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും അല്ലേ. അപ്പൊ എന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും എന്റെ ഹൃദയം എന്നുള്ളത് സംശയമില്ല. ഒരാളുടെ ഹൃദയം എവിടെയാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ നിക്ഷേപം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. ഒരാളുടെ നിക്ഷേപം എവിടെയാണെന്ന് അറിയണമെങ്കിൽ അയാളുടെ ഹൃദയം എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ഒരാള് പറഞ്ഞൊരു കാര്യം, അയാളുടെ സ്വന്തം അപ്പൻ്റെ കാര്യം തന്നെ പറഞ്ഞു, അതുകൊണ്ട് കള്ളമൊന്നും പറഞ്ഞതല്ല, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞതാണ്. അപ്പച്ചൻ മരിക്കാറായി കിടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് വന്നു കഴിഞ്ഞ് ഇങ്ങനെ മരിക്കാറായി കിടക്കുന്ന കൂട്ടത്തിൽ അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോനെ നീ വന്നോടാ, മോനെ നീ എനിക്ക് ഇച്ചിരി പൈസ അതാടാ. ഇങ്ങനെ ചിന്തിച്ചു, ഈ മരിക്കാറായി കിടക്കുന്ന അപ്പച്ചൻ എന്തോ കാര്യത്തിനാണ് പൈസ? ഇനി ആർക്കെങ്കിലും കൊടുക്കാനോ വല്ലതും ആയിരിക്കും. അങ്ങനെയൊന്നും കൊടുത്തൊന്നും പുള്ളിക്ക് പരിചയമുള്ള ആളല്ല. എന്നാലും മോൻ എന്ത് ചെയ്തു, 1000 രൂപയുടെ ഒരു നോട്ട് എടുത്ത് അപ്പൻ്റെ കൈ കൊടുത്തു. അവനിങ്ങനെ എടുത്ത് നോക്കി, ഒന്ന് തിരുമിയൊക്കെ നോക്കിയിട്ട് കണ്ണു അടച്ചു. ഇത് കൈ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്തത്, മരിച്ചത്. ജീവിക്കാൻ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ മരിക്കാനുള്ള പൈസ വേണ്ടി വരുന്നത് ഭയങ്കര കഷ്ടമാണ്. കാര്യം എന്താണെന്നറിയാമോ, അയാളുടെ ഹൃദയം എവിടെയായിരുന്നു? ഈ പൈസയിലായിരുന്നു അയാളുടെ ഹൃദയം. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ അന്ത്യസമയത്തെക്കുറിച്ച് സന്യാസി പൊന്നമ്മാൾ കൊച്ചുകുഞ്ഞുശിയുടെ ശിഷ്യയായിരുന്നു. പെണ്ണമ്മ സന്യാസിനി എന്ന് പറയുന്നത്, പെണ്ണമ്മ സന്യാസിനി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ തമിഴ്നാട്ടിലായിരുന്നു കൂടുതൽ സമയം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരവിടെ അറിയപ്പെട്ടിരുന്നത് പൊന്നമ്മാൾ എന്നുള്ള പേരിലാണ്. അപ്പോൾ പെണ്ണമ്മ സന്യാസിനി എന്നോട് പറഞ്ഞൊരു കാര്യം, ബിക്കോസ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അളിയനാണ് സാധു കൊച്ചുകുഞ്ഞ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന കാര്യമൊക്കെ ഇങ്ങനെ അവർ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത്, ബാംഗ്ലൂരിലുണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവർ മരിച്ചുപോയി. ഈ അവസാന സമയത്തെക്കുറിച്ച് പെണ്ണമ്മ സന്യാസിനി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് കോഴഞ്ചേരിയിലൊരു മീറ്റിങ്ങിന് പെണ്ണമ്മ സന്യാസിനി പ്രസംഗിക്കാനായിട്ട് വന്നു. അവരന്ന് വളരെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. പക്ഷെ എന്നാലും ആരുടെ ശിഷ്യയാണ് കൊച്ചുകുഞ്ഞിയുടെ ശിഷ്യയാണ്. അപ്പോൾ കൊച്ചുകുഞ്ഞി മരിക്കാറായി കിടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കോഴഞ്ചേരിയിൽ നിന്ന് നടന്ന് ഇടയാറന്മുള ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കൊച്ചുകുഞ്ഞി ഇങ്ങനെ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ പെണ്ണമ്മ സന്യാസിനി അടുത്ത് ചെന്ന് തുണിയിൽ വെള്ളം മുക്കിയിട്ട് കുറച്ച് ഡ്രോപ്പ് ഈ നാക്കിലിങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പം കൊച്ചുകുഞ്ഞി കണ്ണു തുറന്നപ്പോൾ പെണ്ണമ്മ സന്യാസിനിയെ കണ്ടു. പെണ്ണമ്മേ, സമയം എത്രയായി? അടുത്ത ചോദ്യം. പെണ്ണമ്മ സന്യാസി പറഞ്ഞു, 10-11 മണിയായി. 11 മണിയായി കാണും ഉദ്ദേശി. കാര്യം 10 മണിക്ക് യോഗം കഴിഞ്ഞിട്ട് നടന്നു വന്നതല്ലേ. ഞാൻ 10 മണി കഴിഞ്ഞാൽ വെള്ളം കുടിക്കത്തില്ലെന്നുള്ളത് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലേ? മരിക്കാൻ കിടക്കുമ്പോഴും അങ്ങയുടെ ആ ഡിസിപ്ലിൻ്റെ കാര്യമൊക്കെയാണ്. ശരി, എല്ലാവരും ചുറ്റും കൂടി നിന്ന് കർത്തൃകാഹളം യുഗാന്ത്യ നാളിൽ മുഴങ്ങുമ്പോൾ എന്നുള്ള പാട്ട് പാടും. വളരെ കൂളായിട്ട് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ആ പാട്ട് പാടി. ഇത് പെണ്ണമ്മ സന്യാസിനി നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. ഒടുവിൽ കയ്യും കാലും ഒക്കെ നിവർത്തി വെച്ച് ആകാശത്തേക്ക് നോക്കി ആ മനുഷ്യൻ പറഞ്ഞു, ഇതാണോ മരണം? ഇത് മരണമല്ല, ഇത് നിത്യവിശ്രമം എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണുകൾ അടച്ചു. എത്ര ഭാഗ്യകരമായ രണ്ടും കൂട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കണം. കാരണം അദ്ദേഹത്തിന്റെ കണ്ണുകൾ, അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നു. താൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യത്തിലേക്കായിരുന്നു. നമ്മുടെ ഹൃദയം അവിടെ, നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഹൃദയം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എവിടെ തന്നെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ ഹെവൻ. സ്വർഗത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ നിക്ഷേപം. ഇനി സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. സ്വർഗത്തിൽ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെയേറെ പഠനം നടത്തി നോക്കിയിട്ടുണ്ട് വേദപുസ്തക പ്രകാരം. പക്ഷെ ഒരിടത്ത് മാത്രമേ സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടുള്ളൂ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുകയാണെന്ന് ഓർപ്പിക്കണം. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ ധനികനായ യുവാവ് യേശുവിനെ അനുഗമിക്കാൻ വന്നപ്പോൾ അവനോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക.
അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനുള്ള ഏക മാർഗമായിട്ട് പറയുന്നത് നിനക്കുള്ളത് ആവശ്യത്തിലിരിക്കുന്നവന്. ദരിദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളത് വിറ്റിട്ട് എൻ്റെ ഭാര്യയ്ക്ക് മക്കം കൊടുക്കുന്നതല്ല, എൻ്റെ അയൽവക്കക്കാർക്ക് കൊടുക്കുന്നതല്ല. ദോസ് ഹു ആർ ഇൻ നീഡ്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എന്നുള്ളതുമല്ല അവിടുത്തെ വിഷയം. ദരിദ്രൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ദോസ് ഹു ആർ ഇൻ നീഡ്. വെൻ ഐ ഷെയർ വാട്ട് ഐ ഹാവ് വിത്ത് ദോസ് ഹു ആർ ഇൻ നീഡ്, ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. അത് വേദപുസ്തകത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തതായി ഞാൻ കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ആർക്ക് വേണ്ടി? ആവശ്യത്തിലിരിക്കുന്നവന് വേണ്ടി ഷെയർ ചെയ്യുമ്പോഴാണ് എന്തായിത്തീരുന്നത്? അത് സ്വർഗത്തിൽ നിക്ഷേപമായി തീരുന്നത്. എന്തും. പണം മാത്രമല്ല. ചില ആളുകൾ പറയും, മിക്കപ്പോഴും ഞാൻ ഈ പ്രസംഗിക്കുന്നത് അത്ര സാമ്പത്തിക മേന്മയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പാവം പിടിച്ചോൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമുണ്ട്. എൻ്റെ സഹോദര, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഈ പറയുന്നത് ധനികരോടൊക്കെ പോയി പറഞ്ഞാൽ പോരായോ? നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇത് എന്നോട് പറയുന്നത്? ധനികർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികം നമ്മുടെ മനസ്സിലുള്ള എന്താണ്? ഇറ്റ് ഈസ് ഓൺലി മണി. പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല, നിനക്കുള്ളത്. നിന്റെ സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണോ എന്ന് ചോദിച്ചാൽ യെസ്, പണമാണ്. പക്ഷെ പണം മാത്രമല്ല, യു ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങൾക്ക് ഒത്തിരി ട്രഷറുണ്ട്, എന്തെല്ലാം ഉണ്ട്. പണമില്ലാത്തവനും കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട സമ്പത്ത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പണം വലിയ സമ്പത്തൊന്നും അല്ല. മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്ത സാധനം പണമാണ്. അതെന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മിക്കവാറും കുഴിയിലോട്ട് ഇറങ്ങിയിരിക്കുമെന്നുള്ളത് കിട്ടും. ലോകത്തിൽ പ്രയോജനമുള്ള ഒരു സാധനവും പൈസയും കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതായത് പ്രശ്നം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനവും നിങ്ങൾക്ക് പൈസയും കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാശ് കൊടുത്ത് നല്ല ഒരു മാട്രസ് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ കാശ് കൊടുത്ത് ഉറക്കം വാങ്ങിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാട്രസ് ആണോ ഉറക്കമാണ്? ഉറക്കമാണ്. പക്ഷെ അത് വാങ്ങിക്കാൻ എന്ത് കിട്ടത്തില്ല? എന്തുകൊണ്ട് പറ്റത്തില്ല? പൈസ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടറെ ഹയർ ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല മെഡിസിൻസ് കഴിക്കാൻ പറ്റും, പക്ഷെ ആരോഗ്യം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല ഡോക്ടറുടെ സേവനമാണോ ആരോഗ്യമാണോ ആവശ്യം? ആരോഗ്യം. പക്ഷെ ആരോഗ്യം പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്തോ നിങ്ങൾക്ക് ഈ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നത്? പിന്നെന്തോ ഈ കാശ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനവും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇത് റിയാലിറ്റി അല്ലേ? പക്ഷെ ഇതാണ് വലുതെന്ന് പിശാച് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. പിശാച് നമ്മളോട് പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ചാൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ നശിച്ചത് മുഴുവൻ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആത്യന്തികമായി പണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ കാര്യമാണ്. നമ്മുടെ കറൻസിയുടെ കാര്യം ആലോചിച്ചോ? കറൻസി അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ആത്യന്തികമായി ഈ സാധനം എന്ന് പറയുന്നത് ഗോൾഡാണ്. എല്ലാവരും ഗോൾഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പണം അടിക്കുന്നത്, അല്ലേ? ഗോൾഡ്. പക്ഷെ ഞാൻ ഈ സ്വർണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഈ സ്വർണം പിശാച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് എ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ ഇൻ ദ വേൾഡ്. പക്ഷെ ഇതല്ലാതെ വേറെ എന്താ ഉപയോഗം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു പിച്ചാത്തി ഉണ്ടാക്കാൻ പോലും ഈ സാധനം കൊള്ളത്തില്ല. നിങ്ങൾ ആലോചിച്ച് ചോദിക്കേ, സ്വർണം കൊണ്ടൊരു പിച്ചാത്തി ഉണ്ടാക്കി എന്തെങ്കിലും കറിക്ക് അറിയാൻ പറ്റി? എന്തിന് കൊള്ളാം ഈ സാധനം? എൻ്റെ നോട്ടത്തിൽ ഒരു ഉപയോഗമില്ലാത്തതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദിസ് ഈസ് ദ ലീസ്റ്റ് യൂസ്ഫുൾ മെറ്റൽ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഉപയോഗമില്ലാത്ത മെറ്റലാണ് സ്വർണം. പക്ഷേ പിശാച് പറഞ്ഞു ദിസ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ ഇൻ ദ വേൾഡ്. ആ കള്ളത്തരം വിശ്വസിക്കുന്നത് കൊണ്ടല്ലയോ നമുക്ക് ഈ പണത്തിന് വില ഉണ്ടാകുന്നത്? ഒരു ദിവസം നമ്മൾ ഗോൾഡിന് വിലയില്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഗതി എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് പിശാച് പറഞ്ഞ കള്ളത്തരത്തിന്മേലാണ് ശരിക്കും എന്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ദാറ്റ്സ് വൺ റീസൺ. ഇനി ലോകത്തിൽ എന്തിനെങ്കിലും വിലയുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് ടൈം ഈസ് സോ പ്രഷ്യസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയാലും പിന്നെ ഉണ്ടാക്കാം, പക്ഷെ സമയം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും നമ്മുടെ പിള്ളേർക്കാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, ഇല്ലേ? നമ്മൾ രണ്ട് പിള്ളേർ, ഏകദേശം ഒരേ പ്രായത്തിലുള്ള രണ്ട് പിള്ളേർ ഞങ്ങളുടെ ശ്രേയയും ശുപ്രയും കൂടെ സ്കൂളിലോട്ട് പോകാൻ നേരം പെട്ടെന്ന് അറിയാമല്ലോ, സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഏത് വീട്ടിലും.
എല്ലാം ഒരുക്കി അത് ചെയ്ത് അന്നേരം അവസാനം വെള്ളം എടുക്കാൻ നേരം വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോൾ മൂത്ത മോക്കുള്ള ഒരു കുപ്പി വെള്ളം നിറച്ചു, രണ്ടാമത്തെ കൊച്ചിന്റെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പി 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 എന്ന് പിന്നെ സ്കൂളിലെ ബസ്സടിക്കുന്ന ബസ്സിന്റെ ഹോൺ കേട്ടു. അപ്പോഴത്തേക്ക് മതിയടി കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് 1/4 കുപ്പി വെള്ളം അവക്കും 1 കുപ്പി വെള്ളം മൂത്തവക്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇളയ മോള് നിന്നോണ്ട് മമ്മി യു ഡോണ്ട് ലവ് മീ, ചേച്ചിക്ക് 1 കുപ്പി വെള്ളം കൊടുത്തിട്ട് എനിക്ക് 1/4 കുപ്പി വെള്ളമാണ് തരുന്ന പറഞ്ഞാൽ വഴക്കൊണ്ടാക്കാൻ നിൽക്കുമോ? ഒരു കൊച്ചും കിട്ടിയില്ലേ അത്രയും ഭാഗ്യം നിൽക്കും, അത്രേ ഉള്ളൂ. എന്നാൽ അതേസമയം ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വൈകുന്നേരം ഓരോ സ്കൂപ്പ് കൊടുക്കുമ്പോൾ മൂത്തവക്ക് 3 സ്കൂപ്പും ഇളയ കൊച്ചിന് 1/4 സ്കൂപ്പും കൊടുത്താൽ വിവരമുള്ളൂ, അവള് വീട് തിരിച്ചു കൊടുത്തു വെക്കും. ഇല്ലേ? കാര്യം ഐസ്ക്രീമിന് കൊച്ചിന് എന്താ ഉണ്ട്? വിലയുണ്ട്. ഇതുപോലെ ദൈവം മനുഷ്യന് സമയം ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ കർത്താവ് മനസ്സിലാക്കി എന്താണ്? ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അതുകൊണ്ട് എല്ലാവർക്കും എത്ര മണിക്കൂർ വെച്ച് കൊടുത്തു? 24 മണിക്കൂർ വെച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കർത്താവ് തന്നെ പറഞ്ഞു, ഇതിനത്രയും വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിപ്പോൾ കുറച്ച് പേർക്ക് കൂടുതലും കുറച്ചായാലും ഒന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷനിലെ ഇക്വാളിറ്റി സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഇത് ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു ഏകദേശം ഒരു ഇക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ലോകത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇക്വാളിറ്റി സൂക്ഷിക്കാഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് മണി. വാട്ട് ഡസ് ഇറ്റ് ഷോ അസ്? ഇതെന്താ നമ്മളോട് പറയുന്നത്? മണി ഈസ് ദ ചീപ്പസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. അപ്പൊ സമയമാണ് ഏറ്റവും വില കൂടിയത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം വിലയുള്ള കാര്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് ടൈം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി യു ഡോണ്ട് ഹാവ് മണി ബട്ട് യു ഹാവ് ടൈം. പണത്തിന് വിലയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പണവും. പക്ഷേ ടൈം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് പണം സ്പെൻഡ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. പക്ഷേ പണത്തെക്കുറിച്ച് ബോധമില്ലാത്ത ചിലപ്പം പണം സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് പണമേ അല്ല എന്നാണ് പറയുന്നത്. ഇഫ് യു ഡു നോട്ട് സ്പെൻഡ് ഇറ്റ് ഈസ് നോട്ട് മണി അറ്റ് ഓൾ. സപ്പോസ് ഞാനിപ്പം ഒരു 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 കറൻസി ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കറൻസി കയ്യിലെടുക്കുകയാണെന്ന് വെച്ചു, 10 രൂപയാണ്. 10 രൂപ എന്ന് പറയുന്നത് ഒരു ഒരു ഇറ്റ്സ് എ കറൻസി, റൈറ്റ്? 10 റുപ്പീസ്. അപ്പോൾ ഈ 10 റുപ്പീസ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പൈസ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇതുകൊണ്ട് തന്നെ ഗുണം? എനിക്ക് തിന്നാൻ പറ്റുമോ? ഐ കനോട്ട് ഈറ്റ് ഇറ്റ്, ഐ കനോട്ട് ഡ്രിങ്ക് ഇറ്റ്. ഇതെപ്പോഴാണ് പണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊടുത്തിട്ട് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചാൽ ഇത് പണമാകും. ഇഫ് യു ഡു നോട്ട് സ്പെൻഡ്, ഇറ്റ് ഈസ് നോട്ട് മണി, ഇറ്റ് ഈസ് ഓൺലി എ പേപ്പർ. ഓൺലി വെൻ യു സ്പെൻഡ് ഇറ്റ്, ഇറ്റ് ബിക്കംസ് മണി. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷെ നമ്മൾ പറയുന്നത് സ്പെൻഡ് ചെയ്യുമ്പോൾ അയ്യോ എൻ്റെ പൈസ പോയെന്നാണ്. പൈസ പോയെന്നല്ല പറയണ്ട, ഇപ്പോഴാണ് ഇത് പൈസ ആയത്. അല്ലെ ഇതെങ്ങനെയാ പൈസയാകുന്നത്? ഇത് പൈസ ആകണമെങ്കിൽ തന്നെ സ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നം ഈ കടലാസിനെ കൊണ്ടങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വല്ല മാനമര്യാദയ്ക്ക് കഴിച്ചാലും വേണ്ടിയല്ല, അതുമില്ല. കാശ് കൂടുമ്പോഴത്തേക്കൊന്നും കഴിക്കത്തുമില്ല. എന്തോ ലൈഫായത്. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഇനി അടുത്ത നൂറ്റാണ്ട് ജീവിക്കാമെന്ന് വെച്ചാൽ പിന്നെന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി ഇന്ന് മരിക്കുന്നവരാ നമ്മൾ. ഇങ്ങനെ സമ്പാദിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ ജീവിക്കുകയില്ല. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗ്രാബിങ് മണി. എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നത്. യു സ്പെൻഡ് മണി. വെൻ യു സ്പെൻഡ് ഫോർ യുവർ സെൽഫ്, ഇറ്റ് ബിക്കംസ് മണി. ബട്ട് വെൻ യു സ്പെൻഡ് ഇറ്റ് ഫോർ അതേഴ്സ്, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. വെൻ യു സ്പെൻഡ് ഇറ്റ് ഫോർ യു, ഇറ്റ് ബിക്കംസ് മണി. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കെങ്കിലും ഗുണമുണ്ട്. പക്ഷേ വെൻ യു സ്പെൻഡ് ഇറ്റ് ഫോർ അതേഴ്സ്, ഇറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ആൻഡ് ഓൾസോ ദ ടൈം. വെൻ യു സ്പെൻഡ് യുവർ ടൈം ഫോർ അതേഴ്സ്, ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ഈ പ്രായമുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാൻ ആരുമില്ല. ചെറുപ്പക്കാരുടെ അടുത്തിരുന്ന് വാചകം അടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ പ്രായമുള്ള ആളുകൾ അവരുടെ വീടുകളിലൊക്കെ ചെന്ന് നിങ്ങൾ യു ജസ്റ്റ് സ്പെൻഡ് സം ടൈം വിത്ത് ദം. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ജീവിതത്തിൽ ആരും സംസാരിക്കാത്ത ആളുകളുണ്ട്, അത്ര ലവബിൾ അല്ലാത്ത ആളുകളുണ്ട്, ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അടുത്ത ഫ്ലാറ്റിൽ കാണും ചിലപ്പം. കുശുമ്പും കുഞ്ഞായ്മയും പറയാനല്ല, അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയത്തുള്ളൂ. ആരും ചെല്ലാത്തവരുടെ അടുത്തൊന്ന് ചെല്ല്. നിങ്ങൾ അവിടെ നിന്ന് കൂടെ സമയം സ്പെൻഡ് ചെയ്ത്, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. യു സ്പെൻഡ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടി വെക്കാതെ സ്പെൻഡ് ഇറ്റ് ഫോർ സംബഡി എൽസ്. മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് ഉപയോഗിക്കുക.
ഈ പലപ്പോഴും ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പണം സ്പെൻഡ് ചെയ്യേണ്ടതാണ് വരുന്നത്. Somebody said, you sweat and make money, finally you spend money to sweat. വിയർത്ത് പൈസ ഉണ്ടാക്കും, ഒടുവിൽ പിന്നെ വിയർക്കാൻ വേണ്ടി പൈസ മുടക്കും, ഇല്ലേ? വിയർത്താണ് കാശുണ്ടാക്കുന്നത്, ഒടുവിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? വിയർക്കാൻ വേണ്ടി ഹെൽത്ത് ക്ലബിലും മറ്റൊന്നും മറിച്ചൊന്നും പോയി പൈസ കൊടുത്ത് വേണം വിയർക്കാൻ. This is what is exactly happening in these days. Spend your health for others. Spend your money for others. Spend your time for others. You know, that becomes a treasure in heaven. അത് സ്വർഗത്തിൽ എന്തായി തീരുന്നു? വലിയ നിക്ഷേപമായി തീരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഇഫ് യു ആർ എ ഡിസൈപ്പിൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനാണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി ലൈക്ക് യുവർ ഹെവൻലി ഫാദർ, ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ്, നിങ്ങളുടെ ഹെവൻലി ഫാദറിനെ പോലെ നിങ്ങൾ പെർഫെക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യു സ്പെൻഡ് ഫോർ അതേഴ്സ്. ആൻഡ് വെൻ യു സ്പെൻഡ് ഫോർ അതേഴ്സ്, അതിന്റെ മറ്റൊരു ആസ്പെക്ട് ആണ് യു ബിക്കം ലൈക്ക് ജീസസ്. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീയൊഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണെന്റെ ശരണവുമേ, നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്, നീ നയിക്കും പാതയിൽ നടത്തേണമേ, എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീയൊഴികെ ആരിലും ആശ്രയമില്ല, നിന്നിൽ മാത്രമാണെന്റെ ശരണവുമേ, നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്, നീ നയിക്കും പാതയിൽ നടത്തേണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാടും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ, പാപിയാമെന്നെ നീ കാക്കണമേ, പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ, പാപിയാമെന്നെ നീ കാക്കണമേ, അറിഞ്ഞും അറിയാതെയും തെറ്റു ചെയ്തു പോയി എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ, ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ, കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ, എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല.